ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചിൻ്റെ കൈക്ക് ടാറ്റു ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്താണ് എഴുതിയതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അധികം ഇങ്ങനെ കൈ യൂസ് ചെയ്ത് സംസാരിക്കുന്നത് ടാറ്റു വിസിബിൾ ആയിരിക്കും, പക്ഷേ ഇതിനുള്ളിൽ ഇവിടെ എഴുതിയത് എന്താണെന്ന് വിസിബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പം അത് മനസ്സിലൊരു സ്റ്റെം അവിടെ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും, പക്ഷേ എങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം കുറച്ച് പേര് ഇപ്പം എൻ്റെ അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്, ലാസ്റ്റ് ഫെബ്രുവരി, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം കുറച്ച് പേർക്ക്, അപ്പം ഞാൻ യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ, അപ്പം കുറച്ച് പേർക്ക് മാത്രമേ അറിയില്ല, എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ഫാമിലിയിലെ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് ടാറ്റു എന്ത് എഴുതിയെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എന്നാലും ഇപ്പം നിങ്ങൾക്ക് എല്ലാം കൂടി പറഞ്ഞുതരാം എന്താണ് ഈ ടാറ്റു, എന്താണ് ഈ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ടാറ്റു, എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരിക്കും ഇതിൽ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല, എഴുതിയത് അമൽ എന്നാണ്, റോസ് ഫ്ലവറും അമൽ എന്നാണ് ഇവിടെ എഴുതിയത് സ്റ്റെമ്മിൽ. അപ്പം ഇപ്പം ഇങ്ങനെ മനസ്സിലാവും, അടുത്ത് നമുക്ക് ക്ലിയർ ഉണ്ടാവും, എഴുതിയത് അമൽ എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും അമലേട്ടന് എൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഈ ടാറ്റു. ശരിക്കും വാലന്റൈൻസ് ഡേ ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിലേക്കൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല ഞാൻ, വാലന്റൈൻസ് ഡേ ഒന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പോൾ ഞങ്ങൾ അപ്പം വാലന്റൈൻസ് ഡേ പണ്ട് മുതലേ എനിക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല വാലന്റൈൻസ് ഡേ, കാരണം സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആണ്. ഒരു പ്രത്യേകിച്ച് ഫെബ്രുവരി 14 വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതിപ്പോൾ വിശ്വസിക്കുന്നില്ല, പണ്ട് വിശ്വസിക്കുന്നില്ല, ഇനി ഒന്നും വിശ്വസിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പം അമലയുടെ ഇടയ്ക്കൊക്കെ എനിക്ക് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാറൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദിവ്യ, ഷീസ് ഫ്രം ആന്ധ്ര. അപ്പം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് ഇതെല്ലാം പൊതുവെ അവളോട് പറയാനുണ്ട്, നിനക്ക് എന്തൊക്കെ ഗിഫ്റ്റ് അമലേട്ടൻ തരുന്നു, നീ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയും. കാരണം അമലേട്ടൻ ഈ കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് സാധനം തരുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ദുബായിലേക്ക് ഒരു സാധനം കൊറിയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഈ ബോയ്സിനൊക്കെ എന്ത് വാങ്ങിച്ചു കൊടുക്കാനാണ് ഒന്ന് നമുക്ക് മൈൻഡ് പോകില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗേൾസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ബോയ്സ് അങ്ങനെയല്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതും ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആയിരിക്കും അധികം ബോയ്സ്. അമലേട്ടൻ അത്യാവശ്യം നല്ല ബ്രാൻഡ് കോൺഷ്യസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയിരിക്കില്ല, ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വാലന്റൈൻസ് ഡേക്ക് അവൾ പറഞ്ഞു, അവളൊരു ഫ്രണ്ട് ഇങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ ലവറിൻ്റെ പേരോ ഹസ്ബൻഡിൻ്റെ പേരോ എന്തോ ടാറ്റു ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, കപ്പിൾ ടാറ്റു ചെയ്യുന്നു എന്തോ പറഞ്ഞോളൂ. അപ്പോൾ അവൾ പറഞ്ഞു, അഞ്ചു നീയും ചെയ്യും എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ദിവസം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ അവളെന്ന് പറഞ്ഞു, എന്തായാലും വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ അല്ല, അപ്പോൾ അവളെ എനിക്ക് എന്തെങ്കിലും തീരുമാനിക്കും എന്നൊക്കെ ഞാൻ പറയാൻ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനപ്പോൾ എന്താ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് അങ്ങോട്ട് കൊറിയർ ചെയ്യാൻ പറഞ്ഞാൽ സാധനത്തിനേക്കാളും പൈസ ആയിരിക്കും കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, അമലേൻ്റെ എന്തെങ്കിലും ഫ്രണ്ട്സിനായിട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം. പക്ഷേ എനിക്ക് അമലേൻ്റെ ഫ്രണ്ട്സിന് ഇവിടെയുള്ള ഫ്രണ്ട്സിന് കമ്പനി ഒന്നും ഇല്ല, ആരായിട്ടും ഇങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് നമുക്ക് പൈസ അയച്ചു കൊടുക്കാനും അത്രയും അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ നാട്ടിൽ ഇപ്പോൾ ആണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ വിചാരിക്കും. ഇവിടേക്ക് ആകുമ്പം അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇവിടുത്തെ മണി കൺവേർട്ട് ചെയ്യണം, ഇന്ത്യൻ മണിയും ഇതൊക്കെ. അപ്പോൾ അത് വേറെ തലവേദനയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും എനിക്ക് ടാറ്റു ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ടാറ്റു ചെയ്യുന്ന അമ്മയോടൊക്കെ പറയും, ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു, നമ്മൾ ടാറ്റു ചെയ്തോട്ടെ ടാറ്റു ചെയ്തോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും സമ്മതിക്കാനും ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ടാറ്റുവിനെ ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്ക് ഈ നമ്മളെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരൊന്നും ടാറ്റു ചെയ്യുന്നത് അത്ര എനിക്ക് ഇഷ്ടം താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ സ്വന്തം ചേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ടാറ്റു ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പേര് മാത്രം മുകേഷിൻ്റെ പേര്, ചേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുകേഷ് എന്നാണ്. ആ മുകേഷിന് മാത്രം ടാറ്റു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, എന്ത് ക്രിഞ്ചാണ് നീ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. പക്ഷേ എനിക്ക് എന്നാലും എന്താണ് നമ്മളൊരു ഇഷ്ടമാണ്, നമ്മളൊരു അറേഞ്ച് മാരേജ് ആണല്ലോ, നമ്മളൊരു അറേഞ്ച് മാരേജ് ആണ്, ജസ്റ്റ് ഒരു 3-4 മാസത്തെ പരിചയം അപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. അപ്പം ആ ഒരു നമ്മളോട് ഇഷ്ടമൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളോട് കാണിച്ചു കൊടുക്കണം, ഇത്ര ഇഷ്ടമാണ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്നാൽ ടാറ്റു ചെയ്യാൻ അമലേട്ടൻ്റെ പേരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിസിബിൾ ആവും വേണ്ട ടാറ്റു എന്ന്, കാരണം അടുത്ത് വന്നാൽ മാത്രം കണ്ടാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനും ദിവ്യയും കൂടി ഒരുപാട് സെർച്ച് ചെയ്തു, എന്താണ് ഇങ്ങനെ ഓക്കെ എന്ത് ചെയ്യാം, എന്താണ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പം ഫസ്റ്റ് വെച്ച് ഓക്കെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചെയ്യുക, XX എന്നൊക്കെ വേണ്ട, അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ചെയ്തു. അപ്പം ഒരുപാട് നമ്മൾ അന്വേഷിച്ചു, ഒരുപാട് നമ്മൾ ഗൂഗിളൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു. നമുക്ക് ഓഫീസിൽ നിന്നായിരുന്നു പണി ഉണ്ടായത്, കുറച്ച് സമയം ഇതന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ ഇതന്നെ സെർച്ച് ചെയ്ത് നമ്മൾ പണി ഉണ്ടായത്, എന്ത് ടാറ്റു ചെയ്യും എന്നൊക്കെ ഒരുപാട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ടാറ്റു കണ്ടു, ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി വലുതാൻ തോന്നുന്നുണ്ടായത്. ഇങ്ങനെ റോസ് ഫ്ലവറിൽ, റോസ് ഫ്ലവർ ആയിരുന്നില്ല, വേറെ എന്തോ ഒരു ഫ്ലവർ ആയിരുന്നു, ഒരു ബ്ലൂ കളർ എന്തായിരുന്നു ഇവിടെ കളർ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ പേര് എഴുതിയിട്ട് വേറെ ഏതോ ഒരു ഇറ്റാലിയൻ സ്റ്റൈലോ അങ്ങനെ എന്തോ ഒരു എനിക്കൊന്ന് ഇംഗ്ലീഷ് അല്ലായിരുന്നു, അത് വേറെ എന്തോ ഒരു ഇതിലായിരുന്നു പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഓക്കെ, എനിക്കത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവളും പറഞ്ഞു നല്ല രസം ഉണ്ടാകും, നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യക്ക് ഒരുപാട് ടാറ്റൂസ് ഉണ്ട് കേട്ടോ, 2-3 ടാറ്റൂസ് ഉണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഓക്കെ, എന്നാലും അവൾ ചെയ്ത സ്ഥലമുണ്ട് മാർത്തള്ളി, അവിടെ പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ അത് ചെയ്യാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തു. ഓക്കെ വാലന്റൈൻസ് ഡേ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക് ഓഫ് ചെയ്യുന്നത് ഒരിക്കലും സാറ്റർഡേ സൺഡേ ആയിരിക്കില്ല, ഒരു മിഡ് റോസ്റ്റർ നമുക്ക് അവിടെ നമുക്ക് വീക്കെൻഡിൽ ലീവ് കിട്ടില്ല. എല്ലാ ആഴ്ച 2 ദിവസം ലീവ് ഉണ്ടാകും, പക്ഷേ ഇരിക്കും സാറ്റർഡേ സൺഡേ ആയിരിക്കില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസമായിരിക്കും നമുക്ക്. അപ്പോൾ എൻ്റെ ആ സമയത്ത് എൻ്റെ വീക്ക് ഓഫ് ഒരു ബുധനും വ്യാഴാഴ്ച വീക്ക് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വാലന്റൈൻസ് വന്നിട്ട് ബുധനാഴ്ച ആയിരുന്നു, ലാസ്റ്റ് ഫെബ്രുവരി 14 വാസ് വെനസ്ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ വെനസ്ഡേ എന്നാൽ അന്ന് അപ്പം ഇതിൽ പറഞ്ഞ നല്ലൊരു ഐഡിയ, അന്ന് നീ എന്തായാലും വീക്ക് ഓഫ് ആണല്ലോ, അന്ന് നീ ജസ്റ്റ് പോയാൽ മതി, അവിടെ നിന്ന് ചെയ്താൽ മതി, അപ്പം കുഴപ്പമില്ലല്ലോ. പക്ഷേ അമലേട്ടൻ്റെ സ്വഭാവം വെച്ചിട്ട് എൻ്റെ വീക്ക് ഓഫ് സമയത്ത് അമലേട്ടൻ എന്നെ വിളിച്ചോണ്ടിരിക്കും. ഇപ്പം ഞാൻ പുറത്ത് പോകുന്ന പറഞ്ഞാൽ അമലേട്ട് വിളിക്കാൻ എടുത്ത് എവിടെ പോകുന്ന എന്താണ് കാര്യങ്ങൾ. അപ്പോൾ കള്ളം പറഞ്ഞ് പോകുന്നത് അത്ര പറഞ്ഞ അറിയില്ല, അവരുടെ പിടിക്കും എന്തായാലും, കാരണം എൻ്റെ വീക്ക് ഓഫ് ആണല്ലോ. അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് പോകാറില്ല, പെട്ടെന്ന് പോകുമ്പോൾ അവരുടെ ബസ്സിന് മനസ്സിലാവും എന്തോ ഉണ്ട്, എന്തോ ഡായ്പാണെന്ന് മനസ്സിലാവും.
അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേണ്ട തലേദിവസം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുകഴിഞ്ഞപ്പോൾ ക്ഷമ തീരെയില്ല, പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ അത് ഇവിടെ ഈ കാര്യം ഡിസ്കസ് ചെയ്ത ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ സൺഡേ ഞാൻ വിചാരിച്ചു ഓക്കെ സൺഡേ തന്നെ ചെയ്യാം. സൺഡേ ആകുമ്പോൾ എനിക്ക് എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. ഒരുപാട് ബാംഗ്ലൂർ ആകുമ്പോൾ ടാറ്റു സ്റ്റുഡിയോസിനൊന്നും വലിയ ക്ഷാമില്ലല്ലോ, കുറേ ടാറ്റു സ്റ്റുഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ തന്നെ പറഞ്ഞു നമുക്ക് ടാറ്റു സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യാം, സൺഡേ ചെയ്യാം. അപ്പോൾ നമ്മൾ സൺഡേ എന്തിനാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ട്യൂസ്ഡേ ഈവനിങ് ചെയ്യാം, ആണെങ്കിൽ എനിക്ക് വെനസ്ഡേ കാണിക്കാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കാണ് തീരെ ക്ഷമയില്ലായിരുന്നു, കാരണം ഇല്ല പറ്റൂല ഇന്ന് തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ രാവിലെ ഞാൻ ഭയങ്കര പ്ലാനിങ് ചെയ്യുന്നത് എന്ത് കള്ളം പറയുന്നതൊക്കെ ഉള്ളത്. കാരണം ഒന്നാമത് ഈ ഞായറാഴ്ച അമലേട്ടൻ ലീവാണ്. അപ്പോൾ അമലേട്ടൻ വിളിക്കും, അപ്പോൾ അമലേട്ടൻ വിളിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അനിയത്തി ഉണ്ട് ബാംഗ്ലൂർ, അവൾ പഠിക്കണം അവിടെ. അപ്പോൾ ജയനഗറിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ എന്നൊരു കാര്യം ചെയ്യാം, അവൾക്ക് വയ്യ, അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ കാണാൻ വേണ്ടി പോവാണ്, അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളം പറയാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവളുടെ രാത്രി പറയാം അവളുടെ എൻ്റെ പേര് ദേവുവിന് തീരെ വയ്യ, അവൾക്ക് പനിയാന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഓഫീസ് വിട്ടിട്ട് അങ്ങോട്ട് പോകും, എന്നിട്ട് അവളെ കൂട്ടി ഹോസ്പിറ്റലിലൊക്കെ പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവളോട് പെട്ടെന്ന് തലേദിവസം രാത്രി കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് പനി വരുന്നതൊക്കെ അപ്പോൾ ഡൗട്ട് ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു ദിവ്യം കൂടി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ ഓക്കെ ദിവ്യം കൂടി ഉണ്ട് അപ്പോൾ എന്താണെന്നൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരെ വീഡിയോ കോൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവലായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നല്ല ഞാൻ പറയുന്നത്, എന്തൊക്കെയോ വായു വരുന്ന ഉണക്കിയാണ് പറയുന്നത്. അപ്പോൾ പ്ലാൻ തന്നല്ലോ എന്ത് ചോദിക്കുന്നൊക്കെ. അപ്പോൾ അവലായിട്ട് മനസ്സിലായി എന്തോ തട്ടിപ്പാന്ന് മനസ്സിലായി. അപ്പോൾ അവലായിട്ട് ഇങ്ങനെ എന്തിക്കുന്നത്, അപ്പോൾ അവലായിട്ട് കണ്ടുപിടിക്കണത്. അപ്പോൾ അവലായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരോട് ചോദിക്കണം, അത് എൻ്റെ ഫാൻ്റെ അനിയത്തി. അപ്പോൾ അവലായിട്ട് എൻ്റെ ഫാമിലി എല്ലാവരും അറിയാലോ. അപ്പോൾ അവരോട് ചോദിക്കണം ദൈവം അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇല്ല അവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഓക്കെ എന്തായാലും അവൾ പ്ലാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യട്ടെ എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞാൻ അവിടെ ഇന്ദ്രനഗറിലാണ് പോയത്. അവിടെ ഒരു ഇങ് ടാറ്റോ സ്റ്റുഡിയോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ കാണുന്നു പറഞ്ഞു, അമ്പലത്തിൽ കാണാം. ഞാൻ പറഞ്ഞു അത് വിസിബിൾ ആകാൻ പാടില്ല, പിന്നെ കാണാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഒരു റോസും അതിൻ്റെ സ്റ്റെമ്മാണെന്ന് തോന്നാൻ പാടുള്ളൂ, അല്ലാണ്ട് പേര് തോന്നാൻ പാടില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ ടാറ്റു ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കി അമലേട്ടനോട് ഇങ്ങനെ അമലേട്ടൻ റിയാക്ഷൻ എടുക്കണമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ദിവ്യ പറഞ്ഞത് ഇപ്പം നീ കാണിക്കണ്ട, അതായത് വാലന്റൈൻസ് ഡേ എന്ന് നീ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പം ഞാൻ അറിയാലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും സംസാരിക്കുന്നത്, ഞാൻ കൈയൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പിന്നെ പറയേ വേണ്ട എന്തായാലും കാണും, ഈ കൈയൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും കാണുമല്ലോ. ഇപ്പോൾ കാലൊക്കെയാകുമ്പോൾ ഓക്കെ ഇതൊക്കെ എന്തായാലും വിസിബിൾ ആവും. അപ്പോൾ ഞാൻ വേണ്ട, അപ്പം എന്തായാലും കണ്ടിട്ട് പിന്നെ അവൻ പറഞ്ഞില്ല ഓക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ കാണിക്കുന്നതായിരിക്കും, ഞാനായിട്ട് കാണിക്കുമ്പോൾ ഓക്കെ സർപ്രൈസ് നമുക്ക് ആ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടോ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ടാറ്റു ചെയ്തിട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആയി. ഏകദേശം നമുക്കൊരു അറൗണ്ട് 9:30 ആയിരുന്നു ഞാൻ റൂമിൽ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ എത്തിയിട്ട് ഇങ്ങനെ ഞാൻ അപ്പോൾ അമലേട്ടൻ അപ്പോൾ സമയത്ത് അവരുടെ ടാബിൽ തന്നെ വിളിക്കാറുണ്ട്, ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടാബിൽ തന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ഫോണിൽ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടാബിൽ അമലേട്ടനെ വിളിച്ചു. അമലേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ കാണിച്ചു കൊടുക്കുന്നതല്ല, ജസ്റ്റ് എനിക്കത് റെക്കോർഡ് ചെയ്യണമായിരുന്നു ആ ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമലേട്ടനോടുത്ത് പിന്നെ ടാബ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ അമലേട്ടൻ്റെ ഫോണിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു എൻ്റെ ഇതൊക്കെ ഈ ടാറ്റുവിൻ്റെ ഫോട്ടോസ്, പിന്നെ ഞാൻ വീഡിയോസ് അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം അവളായിട്ട് മനസ്സിലായില്ല ഇതെന്താ. അപ്പോൾ അവരുടെ ദേഷ്യമുണ്ട്, കാരണം കള്ളം പറഞ്ഞിട്ട് എന്ത് ഉടായ്പ ചെയ്യാൻ വേണ്ടി പോയി കള്ളം പറഞ്ഞു പോയി നല്ല ദേഷ്യമുണ്ട്. അങ്ങനെയല്ല, കള്ളം പറഞ്ഞിട്ട് എന്താ ഇതാണ് സംഭവം, എന്താണ് ഉടായ്പാണെന്ന് മനസ്സിലാവില്ല, എന്തിന് പോയി ഒന്നും മനസ്സിലാവില്ല, പറഞ്ഞ അതിൻ്റെ കണക്കടല്ലോ. അപ്പം ആ ഒരു ദേഷ്യമുണ്ട്, എന്തെന്താന്ന് പറയാത്ത എന്നുള്ളൊരു ദേഷ്യമുണ്ട്. അവരുടെ തീരെ പ്രതീക്ഷിക്കുന്നില്ല ഈ ടാറ്റു പറഞ്ഞ സംഭവം, ടാറ്റു ചെയ്യുന്ന തീരെ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ വേറെ എന്തെങ്കിലും അവരുടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അമലേട്ട് ഫസ്റ്റ് മനസ്സിലായില്ല ടാറ്റുവിൽ അമലേട്ടൻ്റെ പേരാണെന്ന് മനസ്സിലായില്ല. അവനോട് ടാറ്റു അടിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ടാറ്റു അടിച്ചു, ഇതല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ ശ്രദ്ധിച്ച് നോക്കാതെ എന്താ പേര് എന്നൊക്കെ നോക്കുന്നത് അവരുടെ ഓക്കെ ചെറിയ ശരിയൊക്കെ വന്നു. അപ്പോൾ അത്രയ്ക്ക് അവരുടെ സ്ട്രൈക്ക് ചെയ്തില്ല കേട്ടോ അത് ആ സമയത്ത്. എന്നിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ കാണിക്കാം കേട്ടോ, ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതായിരുന്നു അമലേട്ടൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായത്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച എക്സ്പ്രഷൻ കിട്ടിയില്ലെങ്കിലും അമലേട്ടൻ ഭയങ്കര ഹാപ്പി ആയി. അമലേട്ടൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കാലം കിട്ടാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, പക്ഷേ അമലേട്ടൻ കണ്ടു പക്ഷേ ഉള്ളിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അമലേട്ടൻ. അതെനിക്ക് അറിയാം, അമലേട്ടൻ നന്നായിട്ട് മനസ്സിലാകുന്ന എനിക്ക് അറിയാം അമലേട്ടൻ ഉള്ളിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. അമലേട്ടനത് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു, ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ചു. അവരുടെ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിത്തെ ആൾക്കാരോടും പിന്നെ അവരുടെ പോസ്റ്റ് ചെയ്തിട്ട് സ്റ്റോറി ചെയ്തിട്ടൊക്കെ അവരുടെ ആ സന്തോഷം അവരുടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതാണ് എൻ്റെ ഈ ഒരു ടാറ്റുവിൻ്റെ ബിഹൈൻഡിലുള്ള ഒരു സ്റ്റോറി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ ഈ ഒരു ടാറ്റു ഉള്ളൂ. ആ ടാറ്റു ആണെങ്കിൽ അമലേട്ടൻ്റെ പേര് റോസ് ഫ്ലവർ, അതിൽ അമലേട്ടൻ്റെ പേരുമാണ് ഉള്ളത്.
അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞുതരും. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാ